ഹായ് ഫ്രണ്ട്സ് പോയി പുറത്ത് പോയൊരു ദിവസത്തെ ഫോട്ടോ ഈറ്റിനിടെ കണ്ടാലോ. ആദ്യം തന്നെ ഞങ്ങൾ ഹിൽട്ടണിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സൂഷി ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. എനിക്ക് ടേസ്റ്റ് ഒട്ടും ഇഷ്ടമായതേ ഇല്ല. പിന്നെ അവിടെ നിന്ന് തന്നെ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു ചിക്കൻ സാലഡ്, ചിക്കൻ ബ്രെഡ് ക്യൂബ്സ്, വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു തണുത്തൊരു സാലഡ് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു മെയിനായിട്ടും ബീഫ് സ്റ്റേക്ക്. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമായിരുന്നു. കുറച്ച് സോട്ടഡ് വെജിറ്റബിൾസിൻ്റെ കൂടെ ഒരു സോസുമായിട്ടാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 5 ലെവൽസ് ഉണ്ട് അത്രേ ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ പ്രിഫറൻസ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഡിയം റയറോ മീഡിയമോ അങ്ങനെ ഏതോ ഉണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട് ബേയിൽ കയറിയിട്ട് 2 വാട്ടർമെലൺ ജ്യൂസ് വാങ്ങിച്ച് നമ്മൾ 6 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മൾ പോയത് സുപ്രീമിലോട്ടാണ്. സുപ്രീമിലെ പിസ്സ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ സുപ്രീമിൽ പോയിട്ട് ഒരു ചിക്കൻ എക്സ്ട്രാ ചീസ് പിസ്സ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കോഫിയും ഒരു ബനാന സ്ട്രോബെറി സ്മൂത്തി കൂടെ ഓർഡർ ചെയ്തു. ആ സ്ട്രോബെറി സ്മൂത്തി കിടിലമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്നിട്ട് അടുത്തത് ഒരു പഞ്ചാബി ഷോപ്പിലോട്ടാണ് പോയത്. ആ പഞ്ചാബി ഷോപ്പിൽ നിന്ന് ഒരു സമൂസ, ഒരു കച്ചോരിയാണെന്ന് തോന്നുന്നു, അതൊരു ചട്നിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ചായ, അതുപോലെ തന്നെ ദഹി പൂരി, ഒരു റോസ് മിൽക്ക്, പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. എന്നിട്ട് നേരെ നമ്മൾ വർക്കലയിലോട്ടാണ് പോയത്. ഇതിനിടയിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വർക്കലയിൽ പോയിട്ട് 3 ഫിഷ് ഓർഡർ ചെയ്തിട്ട് 3 ടൈപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒരെണ്ണം ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഇത് ലെമൺ ബട്ടർ ഗാർലിക് ആയിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് കോക്കനട്ട് റൈസും സോട്ടഡ് വെജിറ്റബിൾസും ഫ്രഞ്ച് ഫ്രൈസൊക്കെ സാലഡൊക്കെ കോംബോ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം വാഴയിലയിൽ പൊളിച്ചതും ഒരെണ്ണം ലെമൺ ബട്ടർ ഗാർലിക് ചില്ലിയും കൂടെ ആയിരുന്നു. അതിൻ്റെ കൂടെ റൈസ് വേണ്ട, പകരം ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു.